ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ വയറിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൺസീൽഡ് വയറിങ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വയറിങ് എവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വയറിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓപ്പൺ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാഡിൽ, അതായത് ഈ പറയുന്ന ക്ലാമ്പിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. ഈ ക്ലാമ്പ് നമുക്ക് രണ്ട് സൈഡുകളിൽ ക്ലാമ്പ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല വളരെ സ്പേസർ, അത് ഭിത്തിയിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്പേസർ സാഡിൽ കണ്ടോ, ഇതാണ് സ്പേസർ സാഡിൽ. ഇതിൻ്റെ ജസ്റ്റ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ എവിടെയാണോ ടാഗ് ചെയ്യുക കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് അതിൻ്റെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ആ ലെവലിൽ കറക്റ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഉണ്ടോ, സെൻറ്ററിൽ മാത്രം ഒറ്റ ഫിഷർ ചെയ്താൽ മതി. ആ ഒറ്റ ഫിഷർ ചെയ്ത് ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ ബേസ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് വേണ്ട സ്ഥലത്താണ് ആ കറക്റ്റ് ചെയ്ത് ഉണ്ടോ, ആ ഒരു റൂൾ പെൻസിൽ കൊണ്ട് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാർക്ക് ചെയ്ത് പോകണോ, അത് ഒന്നല്ലെങ്കിൽ കറക്റ്റ് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം നമുക്ക് പൈപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു 18 ഇഞ്ചോ അല്ലെങ്കിൽ 18 ഇഞ്ച് ഇത്ര അല്ലെങ്കിൽ 45 സെൻറ്റിമീറ്റർ അങ്ങനെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ ഹോൾ ഇടുക. 6-ൻ്റെ ഫിഷർ ആണെങ്കിൽ 6-ൻ്റെ ഫിഷർ, 6mm ഫിഷറിൻ്റെ വെച്ചിട്ട് നമുക്ക് ഹോൾ ഇടുക. അതിനുശേഷം ഫിഷർ വയ്ക്കുക. ഫിഷർ വെച്ചതിന് ശേഷം ഈ ബേസ് അവിടെ ഉറപ്പിക്കുക. ബേസ് അവിടെ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് കണ്ടോ, ഇതിങ്ങനെ സിമ്പിളായിട്ട് ഊരിയിടുക. രണ്ട് സൈഡിൽ സ്ക്രൂ ഉറപ്പിച്ചതിന് ശേഷം രണ്ട് സൈഡിൽ സ്ക്രൂ ഫ്രീ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം പൈപ്പ് അതിൻ്റെ അകത്തേക്ക് ഇടുക. പൈപ്പ് അതിൻ്റെ എടുത്തതിന് ശേഷം ഈ സാഡിൽ നമുക്ക് സിമ്പിളായിട്ട് കയറ്റിയിടാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ലെവലിൽ നമ്മൾ ഓപ്പൺ വയറിങ് ചെയ്യുന്ന സമയത്ത് സമയം കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഫിഷറും ഒറ്റ ലെവലും അടിച്ചു പോയാൽ മതി. ആ ഒറ്റ ലെവൽ അടിച്ചു പോയതുകൊണ്ട് കറക്റ്റ് ലെവലിൽ തന്നെ നീറ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പൈപ്പ് ഞാൻ ജസ്റ്റ് നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ആദ്യം പൈപ്പ് അതിൻ്റെ അകത്തേക്ക് വെച്ചു. അതിനുശേഷം ഈ സാഡിൽ ജസ്റ്റ് അതിനകത്ത് കയറ്റി വെച്ചു. ജസ്റ്റ് ഒന്ന് ഒന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒറ്റ ഫിഷറിൽ തന്നെ നീറ്റായിട്ട് അന്ന് ഭിത്തിയിൽ മുട്ടാതെ ചെയ്യണമെന്ന് ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഭിത്തിയിൽ മുട്ടാതെ ചെയ്യുന്നതിന് ഏകദേശം ഒരു 2 mm അല്ലെങ്കിൽ 1 mmൻ്റെ തിക്നെസ്സാണ് അതിൻ്റെ ബേസ് ഉള്ളത്. ആദ്യമേ തന്നെ ബേസ് കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 3/4 ഇഞ്ച് പൈപ്പും 1 ഇഞ്ച് പൈപ്പും. 3/4 ഇഞ്ച് പൈപ്പ് എന്ന് പറയുമ്പോൾ 20mm പൈപ്പ്, അതായത് 20mm പൈപ്പും ഒരെണ്ണം ഉപയോഗിക്കുന്നത് 20mm. അപ്പോൾ അതിൻ്റെ സാഡിലുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25mm. 25 എന്ന് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 25mmൻ്റെ പൈപ്പിന് വേണ്ടിയിട്ടുള്ള സാഡിലും രണ്ടാണ്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ട പൈപ്പ് ആദ്യം തീരുമാനിക്കുക. അതിന് വേണ്ട കറക്റ്റ് വരുന്ന സാഡിൽ, ഈ പറഞ്ഞ സ്പേസ് സാഡിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെ ഓപ്പൺ വയറിങ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് അത് നീറ്റായിട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.